ഇപ്പോൾ കോട്ടയത്ത് അതിശക്തമായ മഴയെന്ന വാർത്ത വരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോൾ നേരിയ ശമനമുണ്ട്. കിഴക്കൻ മേഖലകളിലും കോട്ടയം നഗരത്തിലും ശക്തമായ മഴ ലഭിച്ചു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ. ടോബി, കടുത്ത ചൂടിനൊരു ആശ്വാസമായി നല്ല മഴ ലഭിച്ചോ അവിടെ? ഗോകുൽ, തീർച്ചയായിട്ടും ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിരുന്നാലും ഈ മഴയെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ശക്തമായി തന്നെ ഉണ്ട്. അതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രാവിലെ ശക്തമായിട്ടുള്ള ചൂടാണ് പല ദിവസങ്ങളിലും അനുഭവപ്പെടുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, ഒപ്പം തന്നെ ഇടിയോടുകൂടിയ മഴ പെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. വൈക്കത്തൊക്കെ വലിയ നാശനഷ്ടമുണ്ടായി. ഒപ്പം തന്നെ പാല, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ മേഖലകളിൽ, മുണ്ടക്കയം പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള മഴ ഇവിടെയും തുടർന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ശക്തമായി പെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 2 മണിയോടുകൂടിയാണ് കോട്ടയം നഗരത്തിലടക്കം ശക്തമായിട്ടുള്ള മഴ പെയ്തത്. അത് ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറോളം നീണ്ടുനിന്നു. ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നേരിയൊരു ശമനമുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും മൂടിക്കട്ടിയ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലും രാത്രിയിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ചൂട് ഉച്ചവരെയുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള മഴ പെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടിമിന്നലേറ്റ് ചിലർ 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ കൃത്യമായി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുമുണ്ട്. ഗൂഗിൾ. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. മഴയുടെ സാഹചര്യം അത് ചൂടിനൊരാശ്വാസമാണെങ്കിൽ പോലും ഇടിമിന്നലും മുന്നറിയിപ്പുണ്ട്, ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ഈ മഴയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പും മഴയുടെ സാഹചര്യവും.